ഹായ് ഗൈസ്, എസ് എൽ സിക്കാർക്ക് പറ്റിയിട്ടുള്ള ഈ ഒരു വർഷം 2025-26 വർഷത്തിൽ എസ് എൽ സിക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അടാറ് മോട്ടിവേഷൻ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. സോ ഞാനിപ്പോ എന്റെ ട്രെയിലർ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഒരു +1 സ്റ്റുഡന്റ് ആണ്. അതായത് 2024-25 പാസ് ഔട്ട് ആയിട്ടുള്ള +1 SLC സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അതായത് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാനൊരു വിത്തിൻ ഒരു 5 മിനിറ്റിനുള്ളിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എന്തെല്ലാം സ്ട്രഗിളുകളാണ് ഞാൻ SLC കാലഘട്ടത്തിൽ പെടുത്തിയിരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കമന്റ് ചെയ്യേണ്ട ഒറ്റ കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് SLC 2025-26 വർഷത്തിലെ SLC പരീക്ഷ എഴുതാൻ മാർച്ചിൽ SLC പരീക്ഷ എഴുതാൻ പോകുന്ന ആളാണല്ലോ നിങ്ങൾ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾക്ക് ഓൾറെഡി 10 വിഷയങ്ങളോളം ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഒരു ലൈബ്രറി ആണെങ്കിൽ IT, അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മലയാളം ഫസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം, അതേപോലെ പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് സോഷ്യൽ സയൻസ്, ലാസ്റ്റ് ഒന്നും ഉണ്ടാവുമല്ലോ മാത്സ്. ഇല്ലേ? ഓക്കെ, 10 വിഷയങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ്? നിങ്ങൾ കമന്റ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓരോരുത്തരുടെ ഏതാണ്. ഇനി അതിനനുസരിച്ച് നിങ്ങൾക്ക് SLC കാർക്കായിക്കോട്ടെ ഏത് സബ്ജക്റ്റിന്റെ ഏത് ഫ്രീ ക്ലാസ്സസ്, ഡീപ്പ് കൺസെപ്റ്റ് ഓറിയന്റഡ് എക്സ്പ്ലനേഷൻ ക്ലാസ്സസ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ എനിക്ക് ഞാൻ മോട്ടിവേഷനെ കടക്കാം. സോ എനിക്ക് വലിയ മോട്ടിവേഷൻ സ്പീക്കർ ഒന്നും അല്ല, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആയി ഞാൻ പറയാൻ പോകുന്നത്. സോ ഞാൻ 2024-25 വർഷത്തിൽ SLC പാസ് ഔട്ട് ആണ്. സോ എനിക്ക് 8A+ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു, ഞാൻ പ്രെഡിക്ട് ചെയ്ത മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ എന്റെ ഒരു സ്റ്റോറി പോലെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് പറയാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നയൻത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കുറച്ചു കാലം മുന്നോട്ടേക്ക് പോയപ്പോൾ നമ്മുടെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. SLC ആണല്ലോ, നല്ല രീതിയിൽ പഠിക്കണമല്ലോ, നമുക്ക് ആ ഒരു ബേസിക് ക്ലാസ്സുകളിലെ ബ്രിഡ്ജ് കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് നമ്മൾ സെർച്ച് ചെയ്തു. അങ്ങനെ നമുക്കൊരു ചാനൽ കിട്ടി. ആ ചാനലിൽ ഒരുപാട് ദിവസം ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ ബ്രിഡ്ജ് കോഴ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിൽ നമ്മൾ ആ ഒരു കാര്യം നല്ല അടിപൊളിയായിട്ട് നല്ല എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, അടിപൊളിയാണ്, പഠിക്കുന്നുണ്ട് എന്നാണ് ഫസ്റ്റ് എല്ലാവരും ചെയ്യാം. പക്ഷെങ്കിൽ ആ ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ കഴിഞ്ഞു. ജൂൺ മാസത്തിൽ നമ്മൾ ഇതേപോലെ ഓരോ ക്ലാസ്സുകളും മെല്ലെ എനിക്ക് എന്റെ ആഗ്രഹം എന്താണെന്നറിയോ, സ്കൂളിൽ പഠിപ്പിക്കണം, ക്ലാസ് പഠിപ്പിക്കുന്നതിനേക്കാളും മുമ്പ് എന്റെ സിലബസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. എന്റെ പ്ലാനിങ്ങിലൂടെ എന്റെ സിലബസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു ആ ഒരു തോട്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലേ നിങ്ങൾ അറിയിക്കാം. ഓക്കെ, അതുപോലെ ഞാൻ എന്താക്കി, അങ്ങനെ ഒരുപാട് പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിവിധ ചാനലുകൾ സന്ദർശിച്ച് ഞാൻ ഇങ്ങനെ വേണ്ടി കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് അങ്ങനെ നമ്മൾ പഠിക്കാനും തുടങ്ങി. അങ്ങനെ ഒരുപാട് എന്റെ കയ്യിൽ ഞാനിപ്പോ SLC കഴിഞ്ഞപ്പോ ഇത്ര ഘട്ടത്തിൽ ഏറ്റവും കുറവായിരിക്കാൻ പറ്റും. എല്ലാവരും ഇഷ്ടമാതിരി ഞാനൊരു ഇത്ര ഘട്ടണ്ടായിരുന്നു എന്റെ കയ്യിൽ. ന്യൂസ് പ്രിന്റിലാണ് എഴുതിയ ഓരോ കാര്യങ്ങളും അത് ഞാൻ എല്ലാവരും. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ സബ്ജക്റ്റും ചാപ്റ്റർ. അതായത് എനിക്ക് എന്തുണ്ടായിരുന്നു, ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. നോട്ട്ബുക്ക് ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. ആ നോട്ട്ബുക്കിൽ അതിന്റെ പേര് ഞാനിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒരു എക്സാം വരുന്നുണ്ട്, നെക്സ്റ്റ് വീക്ക് ഒരു മന്ത്ലി ടെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം എന്ത് ചെയ്യുന്നറിയോ, ആ നോട്ട് എടുത്തിട്ട് ആ മന്ത്ലി ടെസ്റ്റിന് ഒരു പേരിടും. ഉദാഹരണം പറയുകയാണെങ്കിൽ വേറെ ഞാൻ അന്ന് കിട്ടിയിരുന്നത് ഒരുപാട് എന്തൊക്കെ പേരുകൾ കിട്ടിയിരുന്നു. നമ്മൾ ഓരോ പേരുകൾ ഇടൂലേ, നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ശരിച്ചാൽ നമുക്കൊരു പേരില്ലേ, അതേപോലെ ഓരോ പേരിൽ ഞാൻ ഇട്ടു. എന്നിട്ട് അതിനൊരു ദിവസം ഞാൻ എന്റെ ഒരു പ്ലാനിങ്ങിനോട് ഞാൻ പോവുകയാണെങ്കിൽ 1, 2, 3 അതായത് 5 ദിവസങ്ങൾ സ്കൂളുള്ള 5 ദിവസങ്ങൾ ഞാൻ ചെയ്തിരുന്നത് 3 ടാസ്കുകളായിരുന്നു ചെയ്തിരുന്നത്. ആൻഡ് നേരെ മറിച്ച് സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ആ ഒരു 3 ഇതിന്റെ ഒരു 3 കൂടി കൂട്ടിയിട്ട് 6 ടാസ്കുകളായിരുന്നു ഞാൻ ചെയ്തത്. അത് ഒരു പക്ഷേ നമ്മൾ ഫസ്റ്റ് പ്ലാനിങ് ചെയ്ത ഒരു 2-3 ദിവസം നമ്മളല്ല വൃത്തിക്ക് ചെയ്യും. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് പ്ലാനിങ് ചെയ്ത 2-3 ദിവസം നിങ്ങളല്ല ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെങ്കിൽ പിന്നീട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങൾ കഴിഞ്ഞു, മടുപ്പ് വന്ന് പിന്നെ അങ്ങനെ മടുപ്പ് നമ്മളെ ഹൈ ലെവൽ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞ് വരും. പിന്നെ ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ കാണോ, പിന്നെയും കത്തിക്കോളും, പിന്നെയും കുറഞ്ഞ് ശരിക്കും അതല്ല സ്ട്രാറ്റജി. എന്റെ ഒരു റിയൽ ലൈഫ് അല്ലെ എന്റെ ഒരു SLC കാലഘട്ടത്തിൽ നടന്നൊരു ശരിക്കുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് തോന്നിയിരുന്നു, എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിരുന്നത് ഒരുപാട് ചോദ്യം വേണം എന്നൊരു എന്നൊരു മനസ്സിലുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഓരോ സബ്ജക്റ്റിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് SLC കാലഘട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് സോഷ്യൽ സയൻസ് ആയിരുന്നു. ഏറ്റവും എന്ന് പറഞ്ഞാൽ 100% എന്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ നടത്തുന്ന എന്റെ സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ സോഷ്യൽ സയൻസ്. ഹിസ്റ്ററി ആയിക്കോട്ടെ, ഹിസ്റ്ററി എന്റെ ഹൃദയത്തിലായിരുന്നു. ജോഗ്രഫിയോ അതും എന്റെ ഹൃദയത്തിലായിരുന്നു. എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു ആ ഒരു സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്ട്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ കമന്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു, നല്ല അടിപൊളി മാർക്ക് നമ്മൾ വാങ്ങി, എല്ലാത്തിലും ഒരു എബൌട്ട് 35 മുകളിലുള്ള എല്ലാ വിഷയത്തിലും വാങ്ങി. പക്ഷേ കുറച്ചങ്ങോട്ട് പോയപ്പോൾ നമ്മൾ വീണ്ടും ഉഴപ്പാൻ തുടങ്ങി. ക്ലാസ്സുകൾ കഴിയാനായല്ലോ, നമ്മൾ വീണ്ടും ഞാനായാലും നിങ്ങളായാലും ഒക്കെ ഉഴപ്പാൻ സാധ്യത കൂടുതലാണ്.
അങ്ങനെ ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ എന്താക്കി, ക്രിസ്മസ് എക്സാം വന്നു, എന്റെ മാർക്ക് ഒക്കെ കുറഞ്ഞു. അതിൽ ഞാൻ അന്ന് രാത്രി ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് ആലോചിച്ചു എന്താണ് പറയാൻ, ഏത് ഭാഗമാണ് കുറഞ്ഞത്. ശരിക്കും എനിക്ക് ഒരുപാട് കാര്യമാണെങ്കിൽ എനിക്ക് ആ ഒരു മാർക്കുകളൊക്കെ കുറഞ്ഞത് വളരെ നല്ല വിഷമം, എന്നെക്കാൾ തോന്നുന്ന വിഷമം എന്റെ പാരന്റ്സിലായിരുന്നു. പക്ഷെ ഞാൻ എന്താക്കി, വിട്ടുകൊടുത്തില്ല. ആൻഡ് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഇതോ ഒരേപോലെ നമുക്ക് ഇനി മുമ്പിൽ വരുന്ന മോഡൽ എക്സാം ആണ്. മോഡൽ എക്സാമിൽ ക്രാക്ക് മോഡൽ എക്സാം എന്ന് പറഞ്ഞ ഒരു എക്സാം ഒരു പേരൊക്കെ ഞാൻ ഷെഡ്യൂളൊക്കെ മേക്ക് ചെയ്തു. ആൻഡ് ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ടിക്കറ്റു അങ്ങനെ വീണ്ടും കൈ നിർത്തോളം ഇരുന്ന് മടുക്കുന്നത് വരെ, മടുത്താലും ജയിക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യും, പഠിക്കും. പിന്നെ എന്തായാലും പഠിക്കുമ്പോൾ ഒരുപാട് മടുത്ത് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഞാൻ ഒരുപാട് മടുത്തു ചത്ത് അങ്ങനെയൊക്കെ വേണം പറയാം. പിന്നെ നമുക്ക് അവസാനമായിട്ട് ആ ഒരു അവസാന കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു ഏപ്രിലോ മെയ് മാസത്തിലോ മെയ് 5-നോ മെയ് 6-നോ വരുന്ന റിസൾട്ട് ആലോചിച്ച് പഠിക്കാനെങ്കിൽ രക്ഷ. ആൻഡ് നമ്മൾ ചെയ്തു, പഠിച്ചു. അപ്പൊ ഞാൻ പറയുകയാണ്, ശരിക്കും അത്ര എഫേർട്ട് വേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്ലാസ് ഓറിയന്റഡ് ആയിട്ട് നല്ലോണം നോക്കുക, പിന്നെ എക്സാം ടൈമിൽ പഠിച്ചാലും മതി. സോ എന്റെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ആൻഡ് നിങ്ങൾ അതേപോലെ പഠിച്ചു വന്നത്. ആൻഡ് പിന്നെ നമ്മുടെ മോഡൽ എക്സാമിൽ എന്റെ ക്രിസ്മസ് എക്സാമിനേക്കാളും ഡബിൾ മാർക്കാണ് എല്ലാ വിഷയത്തിലും സ്കോർ ചെയ്തു. ആൻഡ് പിന്നെ നമുക്ക് മുമ്പിലുള്ളത് ഏത് എക്സാം ആണെന്നറിയോ, നമ്മുടെ പ്രിയപ്പെട്ട പബ്ലിക് എക്സാം ആണ്. ആൻഡ് പബ്ലിക് എക്സാം ഒരു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നമ്മുടെ ജീവിതം അവസാനിക്കാൻ പോവാണ്. അതിന്റെ ഒരു വിഷമമുണ്ട്, പ്ലസ് പഠിക്കുകയും വേണം. ആൻഡ് നമ്മൾ ചെയ്തു ഒരുപാട് ആൾക്കാരുടെ എന്നത്തെ പോലെ എല്ലാവരും കാണുന്നത് പോലെ സ്കൂളിന്റെ ബുക്കുകളൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈവ് ക്ലാസ്സിലേക്ക് വരിക. അവിടെയാണ് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചെയ്യാൻ. നമുക്ക് എന്താണ് വേണ്ടത്, ചോദ്യങ്ങളാണ് വേണ്ടത്. ഞാൻ അങ്ങനെ ചെയ്തു, ലൈവ് ക്ലാസ്സുകളിൽ വന്ന് ഓരോന്നും ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തെ എക്സാം ഏതായിരുന്നു, എന്റെ ബയോളജി ആണെന്ന് തോന്നുന്നു എനിക്ക് വലിയൊരു ഉറപ്പില്ല. ഞാൻ അവസാനമായിട്ട് ബയോളജി പേപ്പറിന്റെ അവസാനത്തെ ചോദ്യത്തിന്റെ അക്ഷരം എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് കെട്ടി മടക്കി കൈ കൊടുത്ത് ഇറങ്ങുമ്പോഴൊരു സന്തോഷം പ്ലസ് വിഷമം പ്ലസ് പേടി. സന്തോഷം എന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞു, ആൻഡ് വിഷമം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ പിരിയും, ആൻഡ് പേടി എന്ന് പറഞ്ഞാൽ മാർക്ക്. സോ ഞാൻ ആ മാർക്കിന്റെ കാര്യം അവിടെ വിട്ടു. പിന്നെ മനസ്സൊന്ന് ഫുൾ ഫ്രീ ആയിട്ട്, അതുവരെ എല്ലാവരും പറഞ്ഞ പോലെ എക്സാം കഴിഞ്ഞാൽ ഒരു ഭാരം തലയിൽ ഇറക്കി വെക്കുക എന്നൊക്കെ പറയും. അതേപോലെ എനിക്ക് അതിന്റെ ആ ഒരു ഭാരം ഞാൻ മെല്ലെ ഇങ്ങനെ ഇറക്കി വെച്ചു. സോ എന്റെ റിയൽ ലൈഫിൽ നടന്ന കാര്യമാണ്, ഭാരം ഞാൻ മെല്ലെ ഇങ്ങനെ ഇറക്കി വെച്ചു. ആൻഡ് അതോടൊപ്പം വീണ്ടും ഒരു വെക്കേഷൻ കാര്യങ്ങളിലേക്ക് വീണ്ടും കിടക്കാം. അങ്ങനെ വെക്കേഷൻ കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞില്ല, ഈ ഒരു കമ്പനി ലേണിംഗ് അക്കാഡമി എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിന്റെ ഒരു ഓൺലൈൻ ലേണിംഗ് ആപ്പ് നിർമ്മിക്കണം എന്ന് എനിക്ക് വളരെ ഒരു ആഗ്രഹമാണ്. മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്യുക. പക്ഷേ എന്റെ ഒരു IT പരമായിട്ട് വെബ് ഡിസൈനിങ് ആൻഡ് മൊബൈൽ ആപ്പ് ഡിസൈനിങ്, വെബ് ഡെവലപ്മെന്റ്, റിയാക്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതായത് എന്റെ ഒരു മെയിൻ ഡ്രീം എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു, അതിന്റെ മാർക്ക് വരാൻ വെയിറ്റ് ചെയ്യാണ്. അതിന് ഇടയിലല്ല ഞാൻ ചെയ്ത വർക്കാണ്. എനിക്ക് സ്വന്തമായിട്ട് എന്റെ ഈ ഒരു കമ്പനിയുടെ സ്വന്തമായിട്ട് ഒരു ആപ്പ് നിർമ്മിക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. പുറത്തൊരു കമ്പനിയിൽ വർക്ക് കൊടുക്കാതെ എനിക്ക് സ്വന്തം തന്നെ നിർമ്മിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. സോ ദാറ്റ് ഈസ് ഗൈസ്, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അടുത്തൊരു വർഷത്തിലേക്ക് നമ്മൾ ഓൺലൈൻ ബാച്ച് എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത കൊല്ലോ അല്ലെങ്കിൽ അതിനടുത്ത കൊല്ലോ നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ആപ്പിന്റെ കാര്യം, ഡൊമൈൻ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ ലോഗിൻ പേജ് കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ യൂസർ ഇന്റർഫേസ് കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ അഡ്മിൻ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ടല്ലോ. എനിവേ എന്തുകൊണ്ട് ഞാൻ അതേപോലെ വർക്ക് ആയിട്ട് വെക്കേഷൻ ചെയ്തത് ആ ഒരു ഏപ്രിൽ മാസം അങ്ങനെ കഴിഞ്ഞു പോവാണ്. വീണ്ടും ഭയം ഉള്ളിൽ വരാൻ തുടങ്ങി. ഉറക്കത്തിലൊക്കെ മാർക്ക് കുറയുന്നതൊക്കെയാണ് സ്വപ്നം കാണുന്നത്. ഉറക്കത്തിൽ എനിക്ക് ഇത്ര A+ ഉണ്ടാവോ, ഇത്ര A+ കിട്ടാൻ സാധ്യതയുണ്ടോ, ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിരുന്നോ, ഈ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നു, അത് ഒക്കെ മെയ് മാസം നമ്മുടെ റിസൾട്ട് വരാൻ, വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരാനാകുന്ന ആ സമയത്ത് ഞാൻ ആ ചോദ്യങ്ങൾ എഴുതിയിരുന്നോ. എനിക്ക് ഒരുപാട് ചെറിയൊരു പേടി. എന്തായാലും ഏത് ധൈര്യമുള്ള ഒരാളാണെങ്കിലും, ഏത് ഫുൾ A+ നേടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും അവസാനം ആ ഒരു റിസൾട്ട് ടൈം എന്തായാലും പേടിക്കും. സോ അങ്ങനെ ആ ഒരു ദിവസം, അങ്ങനെ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 5-ാം തീയതി എങ്ങനെയാണ് റിസൾട്ട് വന്നത് തോന്നുന്നു, ആ ദിവസം മെല്ലെ ഫോണൊക്കെ എടുത്ത് ആ ഒരു ഉച്ചയ്ക്ക് 3 മണി വരെ, അപ്പൊ നമ്മുടെ മിനിസ്റ്റർ എന്ത് ചെയ്യും, നമ്മുടെ ഈ ലൈവിൽ വന്ന് പറയും ഇത്ര ആൾക്കാർക്ക് A+ ഉണ്ട്, ഇത്ര ആൾക്കാർ ഇവിടെ ജയിച്ചിട്ടുണ്ട്, ഇത്ര ശതമാനമാണ് ഏറ്റവും കൂടുതൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു പേടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ആ ഒരു റിസൾട്ട് ഓറിയന്റഡ് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു ഫോണും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കും. ആൻഡ് നമ്മുടെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു സൈറ്റിന്റെ പേര് ഇപ്പൊ പറയുകയാണെങ്കിൽ DigiLocker.gov.Kerala.gov.in എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ടാവും. അതേപോലെ NRCT അങ്ങനെ ഏതോ ഒരു സൈറ്റുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ ഞാനൊക്കെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിവേ എന്തുവാണ് ആ ഒരു ഏതെങ്കിലും ലിങ്ക് എടുത്ത് നോക്കും. സോ ഒരു 5 ലിങ്കാണ് നമുക്ക് അവൈലബിൾ ആയി കാണിട്ടുള്ളത്. ആ 5 ലിങ്കിലും നമ്മൾ കയറി നോക്കും. 5 ലിങ്കിൽ കയറി നോക്കുമ്പോൾ എല്ലാം ലോഡിംഗ് ആണ്. അതായത് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ സൈറ്റിൽ ഒരേ ടൈം യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ സർവറോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ അവിടെ ഇങ്ങനെ
ഞാൻ പറയുന്ന ഒരു മിനിമം ഒരു 5 അറ്റംപ്റ്റ് എങ്കിലും ഞാൻ നടത്തിയിട്ടുണ്ടാവും. ഓരോ വെബ്സൈറ്റിലും ഒരു 5 അറ്റംപ്റ്റ് എങ്ങനെ ഞാൻ നടത്തിയിട്ടുണ്ടാവും. സോ അവസാനം ഫൈനലി നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രൂപ്പിലൂടെ ഫ്രണ്ട്സ് പറഞ്ഞു, ഡിജി ലോക്കർ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അവിടെ കയറിക്കോ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിസൾട്ട് ഷുവർ ആയിട്ട് കിട്ടും. അവൻ പറഞ്ഞു എനിക്ക് ഇത്ര എപ്ലസ് ആണ് പറഞ്ഞു. സോ അങ്ങനെ ഫൈനലി ഞാൻ എന്റെ നമ്പർ 6231 എന്ന് പറഞ്ഞ നമ്പർ ഞാൻ അടിച്ചു. ആൻഡ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ അടിച്ചു. ആൻഡ് ഫൈനലി ക്ലിക്ക് ചെയ്തു. അപ്പൊ എനിക്ക് ഒരു വലിയൊരു റിസൾട്ട് കാർഡ് വന്നു. ഞാൻ വളരെ പ്രതീക്ഷയോടെ, എനിക്ക് പേടി ഉണ്ടാവുമെന്ന് വിചാരിച്ചു, ഞാൻ എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച സബ്ജക്ട് പോലും അവിടെ കിട്ടി. ആൻഡ് അവസാനം ഫൈനലി ഗൈസ് എനിക്ക് 8 A+ ആൻഡ് എന്റെ നമ്മൾ കിട്ടിയിരുന്നത്. സോ എനിവേ എന്തോ ആട്ടെ, ഒരു കുഴപ്പമില്ല, എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ ആ മാർക്കിൽ തൃപ്തനാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ ഈ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കാം ഒരു പക്ഷെ, ഞാൻ പറയുന്നു എന്റെ ഒരു സ്ട്രഗിളിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ പോവുക. നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ ഈ ഒരു ലൈഫ്, അല്ലെങ്കിൽ വലിയ മോട്ടിവേഷൻ ഒന്നല്ലാതെ എനിക്കറിയാം, എന്റെ ഒരു ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്നു മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കണം പ്ലസ് കളിക്കണം. അതായത് ഒരു 75% അല്ലെങ്കിൽ പോട്ടെ ഒരു 60% പഠിക്കുകയും ബാക്കി 40% കളിച്ചൊക്കെ കുഴപ്പമില്ല. എക്സാമിന്റെ ടൈമിൽ നല്ലോണം പഠിക്കാൻ ശ്രമിക്കുക. സോ ഞാനൊരു +1 സ്റ്റുഡൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിലെ, അതായത് ഏതെങ്കിലും ചാപ്റ്റർ ആയിക്കോട്ടെ, അതായത് 5 ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, 7 ആയിക്കോട്ടെ, 8 ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് അറിയിക്കാം. എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ ഫ്രീ ട്യൂഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇവിടെയുള്ള രണ്ട് ഐഡികളൊന്നും ലേണിംഗ് അക്കാഡമിന്റെ ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ ലേണിംഗ് അക്കാഡമിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ മറ്റേ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യമേ ഞാൻ നിങ്ങൾക്ക് വാങ്ങുന്നുള്ളൂ. സോ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു 2025-26 വർഷം ജേർണി നമുക്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തോ. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ, അതിൽ ഡെയിലി ചോദ്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും ബൈ. സൈനിങ് ഫോർ ബൈ. ലേണിംഗ് അക്കാഡമി ഫോർ ഡിസ്കവർ ദ ജോയ് ഓഫ് ലേണിംഗ്. So bye bye. Signing for bye bye. Thank you.